ഒട്ടുമിക്ക രക്ഷിതാക്കളും ഞങ്ങളെ വിളിച്ച് മക്കൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പറയുമ്പോഴും അവസാനം ഞങ്ങളോട് എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, സാറേ നിങ്ങളെൻ്റെ കുട്ടീനെ ഒന്നും ചെയ്യരുത് കേട്ടോ സാറേ. അതെല്ലാവരും അതാ പറയാറ്. കാര്യം ഞങ്ങൾ കാക്കിയിടുന്നവരാണ്. നിയമപരമായിട്ട് എൻ്റെ മകന് അല്ലെങ്കിൽ മകൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊരു പേടി ഏതൊരു രക്ഷിതാവിനും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സത്യമാണ്, മയക്കുമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് വീട്ടിനുള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് രക്ഷിതാക്കളും മറ്റ് ബന്ധുക്കളുമൊക്കെ പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനും എക്സൈസ് ഓഫീസും കയറി ഇറങ്ങാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നമ്മുടെ ജയിലുകൾ മതിയാകാതെ വരുമെന്നുള്ളൊരു സത്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്ന് മുതലാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്നുകളൊക്കെ പെരുകാൻ തുടങ്ങിയെന്ന്? പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ എന്ന് മുതലാണ് നമ്മുടെ നാട്ടിലെത്താൻ തുടങ്ങിയെന്നുള്ളത് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. കോവിഡിന് ശേഷമാണ്. കോവിഡിന് ശേഷമാണ് എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണ്. കാര്യം 23 കൊല്ലമായി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ, 15 കൊല്ലത്തോളമായിട്ട് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ഈ 23 കൊല്ലത്തിൻ്റെ ഇടയിലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി എൻ്റെ ജീവിതത്തിൽ 2020 തുടക്കം വരെയും ഞാൻ നേരിട്ട് കണ്ട മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു കഞ്ചാവ് മാത്രമായിരുന്നു. 2020 തുടക്കം. കാര്യം മറ്റു മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾക്ക് കേസായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ഇന്ന് നമ്മുടെ നാട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ എന്തൊക്കെ മയക്കുമരുന്നുണ്ടോ അതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും സുലഭമാണ്. എന്തിന്? നമ്മുടെ UP സ്കൂളുകളിൽ പഠിക്കുന്ന ചെറിയ കൊച്ചു മക്കളിൽ നിന്ന് വരെ മയക്കുമരുന്നുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ കണ്ടെടുക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതെന്താപ്പോൾ പുതുതായിട്ട് വന്നത് എന്ന് ചോദിച്ചാൽ ഞാനതിന് പേരൊന്നും പറയുന്നില്ല. കുട്ടികളൊക്കെ ഉള്ള വേദിയിൽ അതിൻ്റെ പേരും വിശദീകരിച്ചൊന്നും പറയുന്നില്ല. അതിനൊരൊറ്റ പേരാണ് ഞങ്ങൾ പൊതുവേ പറയുന്നൊരു പേര്, രാസലഹരി എന്നാണ്, സിന്തറ്റിക് ഡ്രഗ്സ്.